നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മദ്യശാലകൾ പൂട്ടാനുള്ള സമയപരിധി നീട്ടിക്കിട്ടാൻ നിയമോപദേശം തേടി സർക്കാർ. ജനങ്ങൾക്ക് ഹിതകരമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിസ്ഥാപിക്കണമെന്ന് മന്ത്രി ജി സുധാകരൻ. പ്രശ്നപരിഹാരത്തിന് കുറുക്കുവഴി തേടില്ല. മദ്യശാലകൾ മാറ്റിസ്ഥാപിക്കുന്നതിനെതിരെ വിവിധയിടങ്ങളിൽ ജനകീയ സമരങ്ങൾ. എ കെ ശശീന്ദ്രൻ ഫോൺ വിവാദത്തിൽ ചാനലിൽ തെളിവെടുപ്പ്. നിഷ്പക്ഷ അന്വേഷണമെന്ന് DGP. മുൻകൂർ ജാമ്യം തേടി പ്രതികൾ ഹൈക്കോടതിയിലേക്ക്. മാധ്യമപ്രവർത്തനം വ്യവസായം മാത്രമാകരുതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. അവധി കഴിഞ്ഞെത്തിയാൽ ജേക്കബ് തോമസിന് വിജിലൻസ് ഡയറക്ടർ സ്ഥാനം തിരികെ നൽകുമെന്ന് ലോക്നാഥ് ബെഹ്റ. തുറമുഖ ഇടപാടിൽ ജേക്കബ് തോമസ് കുറ്റക്കാരനെന്ന് ധനവകുപ്പ്. ഉദ്യോഗസ്ഥ തലത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന് ചീഫ് സെക്രട്ടറി. ഇന്ത്യൻ ഓപ്പൺ സൂപ്പർ സീരീസ് കിരീടം PV സിന്ധുവിന്. റിയോ ഒളിമ്പിക്സിലെ തോൽവിക്ക് കരോലിന മാരിന് സിന്ധുവിന്റെ മധുര പ്രതികാരം. മൂന്നാറിൽ ആവശ്യമെങ്കിൽ ഇടപെടുമെന്ന് രാജ്നാഥ് സിംഗ്. ഉറപ്പ് നൽകിയത് BJP സംസ്ഥാന നേതൃത്വത്തിന്. മൂന്നാറിനെ തകർക്കരുത് എന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ സമരം നാളെ. പട്ടികജാതി കോളനിയുടെ ഭൂമി അടക്കം റിയൽ എസ്റ്റേറ്റ് മാഫിയ തട്ടിയെടുക്കുന്നു. പരിശോധിച്ച് നടപടിയെന്ന് റവന്യൂ മന്ത്രി. കള്ളനോട്ടുകൾ തടയാൻ 4 വർഷം കൂടുമ്പോൾ ഉയർന്ന മൂല്യമുള്ള കറൻസികളിലെ സുരക്ഷാ മുദ്രകളിൽ മാറ്റം വരുത്താൻ ആലോചന. 2000 രൂപയുടെ കള്ളനോട്ടിന്റെ വലിയ ശേഖരം പിടിച്ചെടുത്ത സാഹചര്യത്തിലാണ് നീക്കം. ഇനി എങ്ങനെ മദ്യം വിൽക്കും? പാതയോര മദ്യശാലകൾ പൂട്ടണമെന്ന സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ സാവകാശം തേടാൻ സർക്കാർ നീക്കം. സുപ്രീംകോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ സർക്കാർ AGയുടെ നിയമോപദേശം തേടി. ജനങ്ങൾക്ക് ഹിതകരമായ സ്ഥലങ്ങളിലേക്ക് മദ്യശാലകൾ മാറ്റിസ്ഥാപിക്കണമെന്ന് മന്ത്രി ജി സുധാകരൻ ആവശ്യപ്പെട്ടു. പാതയോരങ്ങളിൽ നിന്നുള്ള ദൂരപരിധി പാലിച്ച് വിൽപ്പനശാലകൾ മാറ്റിസ്ഥാപിക്കാൻ 3 മാസത്തെ സമയം വേണ്ടിവരുമെന്നായിരുന്നു എക്സൈസ് വകുപ്പിന്റെ വിലയിരുത്തൽ. സമയം നീട്ടിവേണമെന്ന ആവശ്യം കൃത്യമായി കോടതിയിൽ ഉന്നയിക്കാൻ പാളിച്ച പറ്റിയെന്നാണ് എക്സൈസ് വകുപ്പ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ജനവാസമില്ലാത്ത സ്ഥലത്ത് അനുയോജ്യമായ കെട്ടിടം കിട്ടാനുള്ള പ്രയാസവും എക്സൈസ് വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിലാണ് ഉത്തരവ് പാലിക്കാൻ സാവകാശം ആവശ്യപ്പെട്ട് വീണ്ടും കോടതിയെ സമീപിക്കാൻ കഴിയുമെന്ന് സർക്കാർ ആലോചിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറൽ സുധാകർ പ്രസാദിനോട് സർക്കാർ നിയമോപദേശം തേടി. ജനങ്ങൾക്ക് ഹിതകരമല്ലാത്തത് വെക്കണ്ട, എന്നാൽ എവിടെയും വെക്കണ്ട സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. ആ അവകാശം ഉപയോഗിക്കുന്നത് തമ്മിൽ എതിർക്കാൻ പറ്റുമോ? അത് പിന്നെ നിയമവകുപ്പും അഡ്വക്കേറ്റ് ജനറലും ചേർന്ന് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. തീരുമാനമായിട്ടില്ല. എല്ലാ ഭരണഘടനാപരമായ വശങ്ങളെ ചെയ്യുള്ളൂ. ഭരണം ഒന്നും എടുത്താലും ഒന്നും ചെയ്യില്ല, ആരും ഉദ്യോഗം ചെയ്യില്ല. ബാർ ഹോട്ടലുകൾക്കും ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്കും വേണ്ടി സർക്കാർ കോടതിയെ സമീപിക്കില്ല. അത് ഉടമകൾ ചെയ്യട്ടെ എന്നതാണ് സർക്കാർ നിലപാട്. കോടതി വിധി മറികടക്കാൻ സംസ്ഥാന പാതകളുടെ പദവി താഴ്ത്തണമെന്ന ആവശ്യം പ്രായോഗികമല്ലെന്നും എക്സൈസ് വകുപ്പ് വിലയിരുത്തുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. സുപ്രീം കോടതി വിധിയെ തുടർന്ന് മദ്യശാലകൾ പൂട്ടുന്നത് സംസ്ഥാനത്തെ സമ്പദ്വ്യവസ്ഥയ്ക്ക് വൻ തിരിച്ചടിയുണ്ടാകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. പദ്ധതി ചെലവ് പോലും വെട്ടിക്കുറയ്ക്കേണ്ട അവസ്ഥ വരുമെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. സംസ്ഥാനത്തെ വാർഷിക വരുമാനത്തിൽ 4000 മുതൽ 5000 കോടി രൂപയുടെ കുറവുണ്ടാകുമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഖജനാവിന് മദ്യത്തിൽ നിന്നും പ്രതിവർഷ വരുമാനം 8000 കോടി രൂപയാണ്. മദ്യവിൽപ്പനശാലകൾ കൂട്ടത്തോടെ പൂട്ടിയ സാഹചര്യത്തിൽ സാമ്പത്തിക മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കപ്പെടുക. 5000 കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് പ്രതീക്ഷിക്കുന്നത്. മദ്യശാലകൾ പൂട്ടുകയും വിനോദസഞ്ചാര മേഖലയടക്കം അനുബന്ധ മേഖലകളിൽ അതിന്റെ ഫലങ്ങൾ പ്രതിഫലിക്കുകയും ചെയ്താൽ സർക്കാരിന്റെ വരുമാനത്തിൽ മാത്രമല്ല സംസ്ഥാനത്തിന്റെ മൊത്തം സാമ്പത്തിക സ്ഥിതിയും വലിയ ദോഷത്തിലാകും. ഇക്കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ചർച്ച ചെയ്യുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് അറിയിച്ചു. ഇന്നത്തെ പോലെയുള്ള ഒരു ആസൂത്രിതമല്ലാത്ത, എന്താണ് ഇതിന്റെ പ്രത്യാഘാതം നോക്കാത്ത ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ അമിത ആവേശത്തിന്റെ ഭാഗമാണ്. ബാറുകൾക്കും ക്ലബ്ബുകൾക്കും പിന്നാലെ പാതയോരത്തെ ബിവറേജ് ഔട്ട്ലെറ്റുകൾക്കും പൂട്ടുവീണു. കോടതി ഉത്തരവ് പാലിക്കുകയല്ലാതെ തൽക്കാലം മറ്റ് പോംവഴികളില്ല എന്നതാണ് സർക്കാരിനെ അലട്ടുന്നത്. മദ്യവ്യവസായവുമായി നേരിട്ടിടപെടുന്ന 10000-കണക്കിന് ജീവനക്കാരെയും ഇത് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അനുബന്ധ തൊഴിൽ മേഖലകളിലും പ്രതിസന്ധി രൂക്ഷമാണ്. തൊഴിലാളികളുടെ പുനരധിവാസവും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ന്യൂസ് 18 ആലപ്പുഴ. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ശ്രീ VM രാധാകൃഷ്ണൻ, അദ്ദേഹം ഹോട്ടൽ ആൻഡ് ഇൻഡസ്ട്രീസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. അദ്ദേഹം മലപ്പുറത്ത് നിന്നും ഈ ചർച്ചയിൽ ചേരും. അഡ്വക്കേറ്റ് ചാർലി പോൾ, അദ്ദേഹം KCBCയുടെ മദ്യവിരുദ്ധ സമിതിയുടെ പ്രസിഡന്റാണ്. അദ്ദേഹം കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ ഫിലിപ്പോസ് പടിക്കൽ, അദ്ദേഹം ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റ് എന്ന സംഘടനയുടെ പ്രതിനിധിയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും ഈ ചർച്ചയിൽ ചേരും. CPM നേതാക്കളെ, മന്ത്രിമാരെയും ഞങ്ങൾ ടെലിഫോണിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ശ്രീ VM രാധാകൃഷ്ണൻ,
കോടതി വിധി അനുസരിക്കുക, ബാറുകൾ, മദ്യശാലകൾ അടച്ചുപൂട്ടുക എന്നത് മാത്രമേ മുന്നിലുള്ള വഴിയുള്ളൂ. അതേതാണ്ട് നടപ്പാക്കിയിട്ടുമുണ്ട്. എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കാൻ ഉള്ള ശ്രമം നിങ്ങളെപ്പോലുള്ള ആളുകൾ നടത്തുക? ആ മദ്യം ഇനി എങ്ങനെയാണ് കേരളത്തിൽ വിൽക്കുക? സുപ്രീം കോടതി വിധി വളരെ അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ കേരളീയ സമൂഹത്തിന് സൃഷ്ടിക്കും. ആ കാര്യത്തിൽ സംശയമില്ല. അത് ഈ വ്യവസായികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് നേരിട്ടും പരോക്ഷമായും ജീവിച്ചുകൊണ്ടിരുന്ന പതിനായിരക്കണക്കിന് ആളുകളെ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനോടനുബന്ധിച്ച ചില്ലറ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരുന്ന, യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്ന അങ്ങനെ വലിയൊരു വിഭാഗത്തെ ഇത് ബാധിക്കുന്നു. ടൂറിസം മേഖലയെ ഇത് ബാധിക്കുന്നു. കേരളത്തിന്റെ സമ്പദ്ഘടനയെ ഇത് ബാധിക്കുന്നു. അതിമാരകമായ മറ്റു ലഹരി പദാർത്ഥങ്ങളിലേക്ക് യുവത തിരിഞ്ഞു പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോ ഈ മദ്യത്തെ എല്ലാവരും കൂടി, അല്ലെങ്കിൽ മദ്യത്തിനെതിരെയുള്ള ഈ പോരാട്ടം എന്നുള്ള നിലക്ക് വ്യാപകമായ ഈ പ്രചരണത്തിന്റെ ഭാഗമായി കേരളീയ സമൂഹത്തിന് ഗുണമൊന്നുമല്ല ഉണ്ടാകാൻ പോകുന്നത്. വലിയ വിപത്താണ് നമ്മുടെ സമൂഹത്തിന് ഇതിന്റെ ഭാഗമായി നേരിടാൻ പോകേണ്ടത്. മദ്യം വിൽക്കുന്ന കാര്യത്തിൽ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെ വിധിയെ ധിക്കരിക്കാൻ ഒരു സംസ്ഥാനത്തിനും അല്ലെങ്കിൽ ഒരു ജനതക്കും അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന് കഴിയുന്നതല്ല. ഞങ്ങൾക്കും അതിനെ മറികടക്കാൻ കഴിയില്ല. പക്ഷേ അതാത് സർക്കാരുകൾ, കേരളത്തിന് പുറത്തുള്ള മറ്റു സർക്കാരുകളൊക്കെ വളരെ അനുഭാവപൂർവമായ സമീപനമാണ് ഈ വ്യവസായത്തോടും ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരോടും സ്വീകരിച്ചു വരുന്നത്. അതേ തരത്തിലുള്ള ഒരു സമീപനം കേരള സർക്കാരിൽ നിന്നും ഉണ്ടാകണമെന്നാണ്, കേരള സർക്കാരിൽ നിന്ന് മാത്രമല്ല കേരള ഭരണ പ്രതിപക്ഷങ്ങളിൽ നിന്നും ഉണ്ടാകണമെന്നാണ് ഈ വ്യവസായത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഈ വ്യവസായമായിട്ട് ഉപജീവനം കഴിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളെ സംരക്ഷിച്ചു പോന്നിരുന്ന ഒരു വ്യവസായത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, കേരള സർക്കാരിന് ഈ കാര്യത്തിൽ ഫലപ്രദമായി പലതും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. സുപ്രീം കോടതി ഹോട്ടലുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല, ഹോട്ടലുകളെ നിരോധിച്ചിട്ടില്ല. ഹോട്ടലുകളിൽ മദ്യം വിളമ്പുന്ന, അതായത് സംസ്ഥാന പാതയോരത്ത്, ദേശീയ പാതയോരത്ത് 500 മീറ്റർ പരിധിക്കകത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ മദ്യം വിൽക്കുന്നതിനും വിളമ്പുന്നതിനും എതിരായിട്ടാണ് വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. അതേസമയം ഹോട്ടലുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നില്ല. അപ്പോ ഞങ്ങളുടെ പെർമിറ്റുകൾ, അഥവാ ഈ ഞങ്ങൾക്ക് മദ്യം വിതരണം ചെയ്യാനുള്ള ലൈസൻസ്, മദ്യം വിളമ്പുന്നതിനുള്ള ലൈസൻസ്, ആ പ്രവർത്തനം മാത്രം ഒരു നിശ്ചിത സുപ്രീം കോടതി നിശ്ചയിച്ചിട്ടുള്ള ദൂരപരിധിക്ക് പുറത്ത് മാറ്റി സ്ഥാപിക്കാനുള്ള അനുമതി ഞങ്ങൾക്കും നൽകി ഈ വ്യവസായത്തെ നിലനിർത്താൻ സഹകരിക്കണമെന്നും സർക്കാർ മാതൃകാപരമായി ചെയ്തു വരുന്ന ഒരു ബിസിനസ്, അഥവാ അവര് സമൂഹത്തിന് വേണ്ടിയോ അല്ലാതെയോ ചെയ്യുന്ന ഒരു ബിസിനസ് സ്വകാര്യ വ്യക്തികളായ ഞങ്ങള് കേരളീയ സമൂഹത്തിൽ കോടിക്കണക്കിന് രൂപ KFC, ബാങ്കുകൾ തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കോടാനുകോടി രൂപ വായ്പയെടുത്ത് ഈ സർക്കാരിനെയും സർക്കാരിന്റെ അന്ന് നിലനിൽക്കുന്ന നിയമങ്ങളെയും വിശ്വസിച്ച് ആരംഭിച്ച ഈ വ്യവസായത്തെ പൂട്ടിക്കെട്ടാനും അന്ത്യകർമ്മം നടത്താനുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കരുത് എന്നാണ് വളരെ വിനീതമായി സർക്കാരിനോടും മുൻ സർക്കാർ ഈ വ്യവസായമാകെ തന്നെയും തകരുന്ന അവസ്ഥയിലേക്ക് എത്തരുത് എന്ന് സ്വാഭാവികമായിട്ടും മദ്യവിൽപ്പന നടത്തുന്ന ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. മദ്യ ഉപഭോഗം പാടില്ല എന്ന നിലപാടുള്ള ആളുകൾക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടായേക്കാമെങ്കിൽ തന്നെയും സർക്കാരിന് ഫലപ്രദമായി എന്തൊക്കെയോ ചെയ്യാനാകും എന്ന് ആളുകൾ കരുതുന്നുണ്ട്. പക്ഷേ കുറുക്കുവഴികളിലൊന്നും ഏർപ്പെടുകയില്ല എന്ന് ഇന്ന് അല്പം മുമ്പ് മന്ത്രി സുധാകരൻ പറയുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അതായത് മറ്റു ചില സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെ സംസ്ഥാന പാത അല്ല എന്ന് പ്രഖ്യാപിക്കുക, സംസ്ഥാന പാതയിൽ നിന്ന് താഴോട്ട് പോവുക എന്നതുപോലുള്ള കുറുക്കുവഴികളിൽ ഏർപ്പെടുകയില്ല എന്ന നിലപാട് നേരത്തെ തന്നെ സുധാകരൻ എടുത്തിട്ടുമുണ്ട്. മന്ത്രി, സർക്കാർ സ്വാഭാവികമായിട്ടും ആ നിലക്കായിരിക്കുമല്ലോ ആലോചിക്കുന്നുണ്ടാവുക. എന്താണ് ചെയ്യാനാവുക സർക്കാരിന്? ഈ വരുന്ന വലിയ വരുമാന നഷ്ടം എങ്ങനെയാണ് പരിഹരിക്കാനാവുക? ഈ സുപ്രീം കോടതിയുടെ വിധി വരുമാന നഷ്ടം സർക്കാരിന്റെ വരുമാന നഷ്ടം മാത്രമല്ല, 1.5 ലക്ഷത്തോളം തൊഴിലാളികൾ ഈ മദ്യവ്യവസായ രംഗത്ത്, കള്ളുഷാപ്പ് രംഗത്ത്, ക്ഷേത്രവ്യവസായ രംഗത്ത് പണിയെടുത്തിരുന്നവരുടെ ഉപജീവനം മുട്ടിച്ചിരിക്കുകയാണ്. ഭരണഘടന അനുസരിച്ച് ഒരാളിന് തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്.
അവകാശത്തിന്റെ നിഷേധമാണ് സുപ്രീം കോടതി വിധി. പതിറ്റാണ്ടുകളായി ഇതിൽ പണിയെടുത്തിരിക്കുന്ന തൊഴിലാളികളെ ഒരു സുപ്രഭാതത്തിൽ പറയാണ് നാളെ തൊട്ട് നീ പണിയെടുക്കണ്ട, നിന്റെ തൊഴിൽ ഞങ്ങൾ തട്ടിപ്പറിക്കുന്നു എന്ന് കോടതിയുടെ വിധി ഈ മാനുഷിക പരിഗണന പോലും തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശം, അവന് തൊഴിലെടുത്തെങ്കിൽ മാത്രമേ കൂലി കിട്ടൂ, കൂലി കിട്ടിയാലേ ഭക്ഷണം കഴിക്കാൻ നോക്കൂ, അവന്റെ കഞ്ഞിയിൽ പാറ്റായിടുകയാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ഈ വിധി പ്രസ്താവിക്കുമ്പോൾ ഏതാനും 2-10 ദിവസത്തിനകത്താണ് 90,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നവരുടെ ശമ്പളം 2.5 ലക്ഷമാക്കി ഉയർത്തി മറ്റെല്ലാ ആനുകൂല്യങ്ങളും സംരക്ഷിച്ച് അവർ ഇങ്ങനെ അവരുടെ ജീവിതം സുരക്ഷിതമാക്കി. പാവപ്പെട്ട ചെത്തുകാരൻ തെങ്ങുകാരി ചെത്തിക്കൊണ്ട് വരുന്നവന്റെ കഞ്ഞിയിൽ പാറ്റായിട്ടു. ആ തൊഴിലാളികളെ അതുൾപ്പെടെ ഈ മദ്യവ്യവസായ വ്യാപാര രംഗത്ത് പണിയെടുത്ത 1.5 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളുടെ പ്രശ്നം ഈ വിധി അവരുടെ ജീവിതം തടസ്സപ്പെടുത്തിയിരിക്കുന്ന ഗൗരവമുള്ള പ്രശ്നമാണ്. രണ്ടാമത് ഈ ബിസിനസ് നടത്തുന്ന ആളുടെ സംബന്ധിച്ചോളം കള്ള് ഷാപ്പ് ഉടമകൾ, ബാർ ഹോട്ടൽ നടത്തുന്നവർ, അവരൊക്കെ ഇവിടെ സൂചിപ്പിച്ച പോലെ KFC എന്ന് മാത്രം കഴിഞ്ഞ ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾ സ്റ്റാർ പദവി നേടിയാൽ നിങ്ങളുടെ ഈ ഇതെല്ലാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹോട്ടലുകളാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് ബാർ ലൈസൻസ് തരുമെന്ന് കഴിഞ്ഞ UDF ഗവൺമെന്റ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 500 കോടി രൂപയാണ് KFC എന്ന് മാത്രം എടുത്തിരിക്കുന്നത്. ഇത് തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതാവും. KFCയുടെ അവർക്ക് കൊടുത്ത കാശ് തിരിച്ചു കിട്ടാതെ വന്നാൽ അവരും പ്രതിസന്ധിയിലാവും. ബാങ്കുകളിൽ നിന്ന് എടുത്ത കടമുണ്ട്. ഇതെല്ലാം എടുത്ത് ഈ കെട്ടിവെച്ചിരിക്കുന്ന കെട്ടിടങ്ങളും റോഡ് വെക്കൽ വിൽക്കുന്നതെല്ലാം എന്ത് ചെയ്യാനാണ് പോണത്? ഈ പ്രയാസം തൊഴിലുടമസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തൊഴിലുടമസ്ഥന്മാരെയും തൊഴിലാളികളെയും സംരക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട കടമയുണ്ട്. അതിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് എന്തെല്ലാം ആകുമോ അക്കാര്യമൊക്കെ ഗവൺമെന്റ് ആലോചിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ തിരിച്ചു വരാം ശ്രീ ആനന്ദമാനന്ദൻ, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ചാർലി പോൾ, ഈ വാർഷിക വരുമാനത്തിൽ, സംസ്ഥാന സർക്കാരിന്റെ വാർഷിക വരുമാനത്തിൽ 5000 കോടി രൂപയോളം കുറവ് ഉണ്ടാകുമെന്നാണ് പ്രാഥമികമായിട്ടൊരു വിലയിരുത്തൽ. അക്കാര്യമാണ് നേരത്തെ ഡോക്ടർ തോമസ് ഐസക് അക്കാര്യം പറയുകയും ചെയ്തു. വലിയ തിരിച്ചടിയാണ് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാവുക. യഥാർത്ഥത്തിൽ എന്നുമാത്രവുമല്ല, സംസാരിക്കുന്ന ആളുകൾ ഈ മദ്യം കൊണ്ടുണ്ടാകുന്ന വിപത്തിനെ തടയാൻ വേണ്ടിയിട്ട്, അത് ദേശീയപാതയോരങ്ങളിലാകുമ്പോൾ ഉണ്ടാകാവുന്ന വാഹന അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെയൊരു നിലപാടിലേക്ക് കേന്ദ്രവും അതുവഴി സംസ്ഥാനവും പോകുന്നത് എന്നിരിക്കെ തന്നെയും അതേക്കാൾ വലിയ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് മദ്യനിരോധനം, പൂർണ്ണമായും മദ്യം കിട്ടാത്ത ഈ അവസ്ഥ കൊണ്ടുചെന്നെത്തിക്കും എന്ന ആക്ഷേപവും അഭിപ്രായമുള്ള ആളുകളുമുണ്ട്. നമ്മൾ ഇപ്പോൾ കേന്ദ്രമെടുത്തിരിക്കുന്ന നിലപാടുകളെ നിയമപരമായി പോലും ചെറുക്കാതെ അതിനൊപ്പം നിൽക്കുകയാണോ വേണ്ടത്? എനിക്ക് പറയാനുള്ളത്, ഇതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായൊരു വിധിയായി ഇതിനെ കാണരുത്. 13 വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതി ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ നിന്ന് മദ്യശാലകൾ മാറ്റി സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇക്കാലം അത്രയും അത് ചെയ്യാതെ അവിടെ വീണ്ടും പണം മുടക്കി മദ്യശാലകൾ ആരംഭിച്ചിട്ട് ഇപ്പോ ഒരു ഇടുത്തി പോലെ വന്ന പോലെ നമ്മൾ കാണരുത്. ഇപ്പോഴാണെങ്കിലും ഡിസംബർ 15-ാം തീയതി വിധി വന്നതാണ്. ആ വിധിയെ അട്ടിമറിക്കാനുള്ള നയങ്ങളുമായി കുഴപ്പമില്ലാത്ത നിലയിൽ മുന്നോട്ട് പോയി. ഇപ്പോഴാണ് ക്രൈസിസ് ഉണ്ടായത്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, സംസ്ഥാനത്തിന്റെ വരുമാനത്തെ സംബന്ധിച്ചാണ്. 2 കാര്യം അതിനകത്ത് പറയാനുള്ളത്. ഒന്ന്, ബീവറേജ് കോർപ്പറേഷൻ 1986 ആരംഭിക്കുമ്പോൾ 58 കോടി രൂപ മാത്രമാണ് വാർഷിക വരുമാനം ഉണ്ടായത്. മാറി മാറി വന്ന സർക്കാരുകൾ അത് 5000-6000-ത്തിലേറെയായിട്ട് അത് വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. മദ്യത്തിൽ നിന്നുള്ള വ്യാപാരത്തെ നമ്മുടെ ഒരു സൃഷ്ടികർമ്മത്തിൽ, അല്ലെങ്കിൽ മദ്യത്തിലുള്ള വരുമാനത്തെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഗുണകരമായൊരു മാനമായി നമുക്ക് കാണാൻ കഴിയില്ല. മാത്രവുമല്ല, ഈ മദ്യമുണ്ടാക്കുന്ന വിപത്തുകളുണ്ട്. ആ വിപത്തുകളെ നമ്മൾ നേരിടേണ്ടി വരുമ്പോൾ, അതിനെ അഡ്രസ് ചെയ്യേണ്ടി വരുമ്പോൾ, ഈ മദ്യം മൂലമുണ്ടാകുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ തുക മദ്യമുണ്ടാക്കുന്ന കെടുതികൾക്ക് വേണ്ടി രാജ്യത്ത് മാറ്റിവെക്കേണ്ടി വരുന്നുണ്ട്. അതിന്റെ ഒരു വശം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പൊ മദ്യത്തിന്റെ വരുമാനമാണ് പ്രധാന വരുമാനം എന്ന് പറയുന്നതിനെ പ്രധാനമായിട്ട് നമ്മൾ എതിർക്കാൻ കാരണം, ഈ മദ്യവ്യാപാരത്തെ ഒരു പ്രതിസിദ്ധ കർമ്മമായിട്ട് നമ്മൾ കാണുന്നത്. ഒരു നന്മയുണ്ടാണെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു വ്യാപാരം ചെയ്യുമ്പോൾ അത് തിന്മയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് പ്രതിസിദ്ധ കർമ്മമാണ്. ഈ മദ്യവ്യാപാരം കൊണ്ട് ഈ രാജ്യത്തെ കുടുംബങ്ങൾക്കുണ്ടായിട്ടുള്ള ദുസ്ഥിതിയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം, സുപ്രീം കോടതി വിധിയുടെ ഒരു അന്തസത്തയുണ്ട്. അന്തസത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രതിവർഷം 55,000 പേരാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിന്റെ ഭാഗമായി കൊല്ലപ്പെടുന്നത്. 1,35,000 പേര് ഈ രാജ്യത്ത് അപകടത്തിൽപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞെന്താ, മനുഷ്യ ജീവനാണ് പ്രധാനം.
ആ മനുഷ്യജീവനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. മനുഷ്യജീവന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കും അവന്റെ കുടുംബ സമാധാനത്തിനും അവന്റെ സാമൂഹ്യ ജീവിതത്തിനുമൊക്കെ സുസ്ഥിതി ഉണ്ടാക്കുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. അല്ലാതെ മദ്യം മൂലം ഉണ്ടാക്കാവുന്ന കെടുതികളെ കുറിച്ച് ആശങ്കപ്പെടാതെ ഏതാനും വ്യാപാരികൾക്ക് ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയല്ല പ്രധാനപ്പെട്ട കാര്യം. മദ്യവ്യാപാരത്തെക്കാൾ പണമുണ്ടാക്കാനാണെങ്കിൽ വേറെയും വ്യാപാരങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ. ഇപ്പൊ തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ വ്യഭിചാരമാണ് വരുമാന മാർഗം. നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ. കേരളത്തിന്റെ ഒരു ധാർമ്മിക നിലവാരം നിലനിർത്താനും ഒരൊറ്റ നിമിഷം ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ചാർലി പോൾ, ചാർലി പോൾ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഫിലിപ്പോസ് പടിക്കൽ, ഇത് ഒരു സാമൂഹ്യ പുതിയ, ഞാൻ തിരിച്ചു വരാം. ചാർലി പോൾ, ഞാൻ താങ്കളിലേക്ക് വരാം. ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം ശ്രീ ഫിലിപ്പോസ് പടിക്കൽ, ഇത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് പലയിടങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ തെളിയിക്കുന്നത്. അതായത് ഈ പറയുന്ന സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നുണ്ട്, സർക്കാരിന് വരുമാന നഷ്ടമുണ്ടാകുന്നുണ്ട് എന്നതൊക്കെ കഴിഞ്ഞാൽ തന്നെയും ഇത് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തും ബാറുകൾക്ക് സ്ഥലം കിട്ടാത്ത അവസ്ഥയുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ ആളുകളുടെ സമരം ഉണ്ടാകുന്നുണ്ട് എന്ന് കേൾക്കുന്നു. ഏത് നിലക്കാണ് ഈ മദ്യപ്രശ്നം, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നത്തെ പരിഹരിക്കുക? ഇതിന് ഈ കോടതി വിധിക്ക്, കേന്ദ്ര നിലപാടിന്, അതോടൊപ്പം ചേർന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾക്ക് അങ്ങ് വഴങ്ങുക എന്നതല്ലാതെ മറ്റു മാർഗങ്ങൾ മുന്നിലുണ്ടോ? തീർച്ചയായിട്ടും ഇതൊരു സാമൂഹിക പ്രശ്നമായി മാറുകയാണ്. കാരണം ഇന്നലെ അവധി ഡ്രൈ ഡേ ആയിരുന്നു. ഇന്ന് തുറന്ന എവിടെയൊക്കെയാണ്? തിരുവനന്തപുരത്താണെങ്കിൽ 2 സ്ഥലത്തേ ഉള്ളൂ, വട്ടിയൂർക്കാവിലും പേട്ടയിലും മാത്രമേ ഉള്ളൂ. പേട്ട എന്ന് പറയുന്ന ആ ലിക്കർ ഷോപ്പിൽ പോയാൽ കന്നാലി തൊഴുത്തിനേക്കാളും മോശമായ സ്ഥിതിയാണ് അവിടെ ഉണ്ടാകുന്നത്. ജനങ്ങൾ കള്ളു കുടിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ സ്വിച്ച് ഇടുന്നവർ ഓഫ് ചെയ്ത് കുടിക്കാൻ പാടില്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ ലഭിക്കാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നമുക്കറിയാം, ആലുവയിൽ ഇന്ന് ചാരായം വാറ്റി തുടങ്ങിക്കഴിഞ്ഞു, പിടിച്ചു. ഒരു വീട്ടിൽ ചാരായം വാറ്റി പിടിച്ചു എക്സൈസുകാർ. അങ്ങനെ ഇത് വരുമ്പോൾ, മദ്യം ലഭിക്കാതെ വരുമ്പോൾ മദ്യം മാർഗങ്ങൾ ആലോചിക്കും. കഞ്ചാവോ ചരസോ അല്ലെങ്കിൽ അതുപോലെയുള്ള വേറെ മാരകമായ വിഷം ഉള്ള ചേർത്തിരിക്കുന്ന വിഷക്കള്ളുണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളിലേക്ക് ജനം പോകും. അത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും. അത് തന്നെയല്ല ഈ നീണ്ട ക്യൂ. ഇപ്പൊ 50 താഴെ ലിക്കർ ഷോപ്പുകൾ മാത്രമേ ഇവിടെ തുറന്നിട്ടുള്ളൂ. അത് ഈ ഒരു ദിവസം 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ആൾക്കാർ മദ്യം വാങ്ങുന്നു എന്നാണ് കണക്ക്. ആ കണക്കനുസരിച്ച് ഈ 50 കടകളിൽ നിന്ന് ഇവർ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ട്രാഫിക് പ്രോബ്ലം, എറണാകുളത്ത് ഉച്ചയ്ക്ക് ആംബുലൻസിന് പോകാൻ പറ്റാത്ത രീതിയിൽ ട്രാഫിക് പ്രോബ്ലം ഉണ്ടായി. ഇതാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്. ഇനി അവധി ദിവസമാണ് വരുന്നത്, വിഷു, ഈസ്റ്റർ, ദുഃഖവെള്ളിയാഴ്ച, ഇതൊക്കെ വരുമ്പോഴത്തേക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാകുകയാണ്. ജനങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് ക്യൂ മണിക്കൂറുകളോളം 1, 2, 3 മണിക്കൂർ ക്യൂ നിന്നാൽ പോലും മദ്യം ലഭിക്കാതെ വരുന്നു. കാരണം ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ഇല്ല, പല സ്ഥലത്തും ആവശ്യപ്പെടുന്ന ബ്രാൻഡ് കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഇത് പ്രശ്നമാണ്. ഇത് സത്യത്തിലുണ്ടായത് സർക്കാരിന്റെ ഒരു വീഴ്ചയാണ്. ലാഘവ ബുദ്ധിയോടുകൂടി സർക്കാർ ഇത് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ഡിസംബർ 15-ാം തീയതി വന്ന നിയമം, അത് കോടതിയിൽ ഉത്തരവ് വന്നു. അന്ന് മുതലേ ഇത് മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമം ചെയ്യണമായിരുന്നു. ഇല്ലെങ്കിൽ കാലാവധി കിട്ടാൻ ഒരു 3 ഞങ്ങൾ മാറ്റാം. പക്ഷേ കേരളത്തിലെ പ്രശ്നം ഇതാണ്, 3 മാസം കാലാവധി വേണമെന്ന് അന്ന് കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ, വാദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കോടതി അനുവദിക്കുമായിരുന്നു. ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് തലേദിവസം കൊണ്ടൊന്നാണ് ഇത് മാറ്റി കിട്ടാൻ ഒരു രക്ഷയില്ല. അതിന് പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിലെ ഔട്ട്ലെറ്റുകളുടെ നമ്പർ കൂട്ടണം. കഴിഞ്ഞ സർക്കാർ നിർത്തലാക്കിയ ഔട്ട്ലെറ്റുകൾ തുറക്കണം. പിന്നെ ബീവറേജ് കോർപ്പറേഷൻ ഇതിന് കുറച്ചുകൂടി ഊർജ്ജമായ ഒരു ശ്രമം നടത്തണം. കാരണം എവിടെയൊക്കെ സർക്കാരിന്റെ ഓഫീസിൽ സ്പേസ് ഉണ്ടോ അവിടെയൊക്കെ തുടങ്ങണം. ഇത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം സാമൂഹിക പ്രശ്നം ആയി മാറുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരക്ക് കൂടുമ്പോൾ അവിടെ ട്രാഫിക് പ്രോബ്ലം ഉണ്ടാകുന്നു, വഴി നടന്നു പോകുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതുകൊണ്ടാണ് ഈ ജനങ്ങൾ ഇതിനെ എതിർക്കുന്നത്. അല്ലാതെ കഴിഞ്ഞ ദിവസം നന്തൻകോട്ട് നടന്നൊരു സമരത്തിന്റെ നേതാവിനോട് ഞാൻ സംസാരിച്ചു. അയാൾ എല്ലാ ദിവസവും മദ്യപിക്കുന്ന ആളാണ്. ഞാൻ ചോദിച്ചു, എന്താ സാർ ഇങ്ങനെ? ഞാൻ ക്ലബ്ബിൽ പോയി കഴിക്കുന്നുണ്ട്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ വീടിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാലേ അത് വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് അവിടെ പോയി വാങ്ങാൻ പറ്റത്തില്ല. ബേക്കറി ജംഗ്ഷനിലാണ് എനിക്ക് പോയി വാങ്ങുകയും ചെയ്യാം. പിന്നെന്താ പ്രശ്നം? ഇതൊക്കെ തന്നെയാണ് കപട സദാചാരമാണ് മലയാളികൾക്ക് കൂടുതലുള്ളത്. സർക്കാരിന് പരിഹരിക്കാവുന്ന പ്രശ്നമായിരുന്നോ നേരത്തെ? നിങ്ങളെ ഇമ്മട്ടിലുള്ള ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകാതെ, ഇത് നേരത്തെ ചാർലി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായല്ലോ. അതായത് നേരത്തെ എത്രയോ കാലമായിട്ടുള്ള സംഭവമാണ്. ഈ പറയുന്ന പാതയോരങ്ങളിൽ വീണ്ടും വീണ്ടും ബാർ ഹോട്ടലുകൾ തുടങ്ങുന്നതിന് പകരം, മദ്യശാലകൾ തുടങ്ങുന്നതിന് പകരം അപ്പോൾ തന്നെ കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി പിന്നോട്ട് പോയി അതിനുള്ള ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ ഹോട്ടൽ ഉടമകൾക്ക് അല്ലെങ്കിൽ മദ്യശാല ഉടമകൾക്ക് ആ വ്യവസായം എന്ന നിലക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ലായിരുന്നു എന്നത് കാണുന്നില്ലേ? ഞാൻ ബഹുമാനപ്പെട്ട വക്കീലിനൊരു മറുപടി ആദ്യം പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞത് ലോകസ്ഥിതിയാണ് അദ്ദേഹം പറഞ്ഞത്. ലോകത്തെവിടെയും ഇത് ആദായകരമായ ഒരു കച്ചവടമാക്കി മാറ്റി
ദോഷകരമായ ഒരു വിഷം വിറ്റിട്ട് കാശ് സമ്പാദിക്കുന്നത് അല്ലെങ്കിൽ ഒരു സർക്കാരിന് വരുമാനം ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് പറയുണ്ടായി. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ലോകത്തെവിടെയും മദ്യനിരോധനം എന്നൊരു സംഗതി വിജയകരമായി നടപ്പിലാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അത്ഭുതകരമായതും പറഞ്ഞു കേൾക്കാത്തതും അല്ലെങ്കിൽ വിശേഷപ്പെട്ടതുമായ ഒരു കാര്യം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ഭരണകൂടമാണ് ഇവിടുത്തെ കച്ചവടക്കാരെന്നുള്ള. അത് ലോകത്തെവിടെയും കേട്ടുകേൾവിയില്ലാത്തതാണ്. പക്ഷെ ലോകത്തെല്ലായിടത്തും മദ്യമുണ്ട്, എല്ലായിടത്തും മദ്യം നിരോധിച്ച് പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ അബ്കാരി ആക്ടിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നത് മദ്യനിരോധനം എന്നുള്ളത് ലോകം മുഴുവൻ പരാജയപ്പെട്ടതുകൊണ്ട് മദ്യത്തെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, നിയന്ത്രിക്കാൻ വേണ്ടിയാണ് അബ്കാരി ആക്ട് കൊണ്ടുവരുന്നതെന്നാണ്. അതാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, മദ്യത്തിന്റെ വലിയ അപകടകരമായ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതിനെ തുടർന്നുള്ള അപകട മരണങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുണ്ടായി. ഇന്ന് ഞാനൊരു പ്രമുഖ പത്രത്തിൽ വായിച്ചൊരു വാർത്ത, പ്രണയം മൂലമാണത്രേ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങളും ആത്മഹത്യകളും നടന്നത്. മറ്റൊന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനകൾ മുഴുവൻ നടന്നിട്ടുള്ളത് മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ കാരണങ്ങൾ പിന്നെ കേരളത്തെ എടുത്തു പറഞ്ഞാൽ രാഷ്ട്രീയം കൊണ്ടും കുറേയധികം സംഘടനകളും മരണങ്ങളൊക്കെ നടക്കുന്നതാണ്. നമ്മൾ ഇതിനൊക്കെ പരിഹാരമായിട്ട് നിരോധനമാണോ ഒരു മാർഗമായിട്ട് വക്കീല് നിർദ്ദേശിക്കുക? അപ്പോ ഇത് മദ്യം ഏറ്റവും നല്ല അഥവാ അമൃതാണ്, വീഞ്ഞാണ് എന്നൊന്നും പറയാൻ ഞാനാണല്ല. ഞങ്ങളാരും മദ്യത്തിന്റെ അംബാസഡർമാരുമല്ല, മദ്യത്തിന്റെ പ്രചാരകരുമല്ല. പക്ഷേ ഈ മദ്യം നിരോധിക്കുക വഴി കേരളത്തിലുണ്ടാകുന്ന സാമൂഹ്യ വിപത്ത്, സിനിമാ രംഗം ഏതാണ്ട് പൂർണ്ണമായി മറ്റു ലഹരി പദാർത്ഥങ്ങളിലേക്ക് വീണ് കഴിഞ്ഞു. നമ്മുടെ യുവത മറ്റു പല ലഹരി പദാർത്ഥങ്ങളും അത്തരം കാര്യങ്ങൾക്കൊന്നും നമുക്ക് കണക്കില്ലാത്തത് കൊണ്ട് താങ്കൾ നേരത്തെ പറഞ്ഞു നിരോധം വേണ്ട, നിയന്ത്രണം വേണം, റെഗുലേഷൻ വേണമെന്നാണല്ലോ. ഈ റെഗുലേഷനാണല്ലോ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ ദൂരപരിധി. ഈ ദൂരപരിധി എന്ന പോയിന്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അകത്തോട്ടേക്ക് മാറ്റുക എന്നത്, ഉള്ളിലേക്ക് മാറ്റുക, ഈ 500 മീറ്റർ പരിധി വിട്ട് ഉള്ളിലേക്ക് മാറ്റുക എന്നത് ഇനി അടുത്ത കാലത്ത് പോസിബിൾ ആണോ? അതായത് ഓരോരോ സ്ഥലങ്ങളിലും ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം കൂടെ, ഈ പറയുന്ന മദ്യശാലകൾ ഇങ്ങോട്ട് വരുന്നതിനെ ഭയന്ന ആളുകൾ, നാട്ടുകാർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ശ്രീ ഫിലിപ്പോസ് പടിക്കൽ അക്കാര്യം പറയുകയും ചെയ്തു. താങ്കൾ ബാർ ഹോട്ടലുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് തന്നെയും അവരുടെ വീടിരിക്കുന്നിടത്ത് ഈ പറയുന്ന മദ്യശാലകൾ വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകം അടച്ചുപൂട്ടപ്പെട്ട പാതയോരങ്ങളിലെ മദ്യശാലകൾ അകം സ്ഥലങ്ങളിലേക്ക് മാറ്റുക എന്നത് ഇനി അങ്ങോട്ട് സാധ്യമായ സംഗതി ആയിരിക്കുമോ? സുപ്രീം കോടതി നിർദ്ദേശിച്ച ആരോഗ്യകരമായ ദൂരപരിധിക്ക് പുറത്ത് തന്നെ ഇത് മാറ്റി സ്ഥാപിക്കാൻ കേരളത്തിലും കഴിയും, മിക്കയിടങ്ങളിലും കഴിയും. മിസ്റ്റർ ഫിലിപ്പോസ് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് ഇതിനകത്തുള്ളത്. കപടമായ സദാചാരം പ്രഖ്യാപിക്കുക. കാരണം മദ്യപിക്കുന്നവർ, നിത്യേന മദ്യപിക്കുന്ന ആൾ തന്നെ ഈ സമരത്തിന്റെ മുന്നണിയിൽ നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിയും. കാരണം അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അരികിൽ വരണ്ട എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്റെ സ്വന്തം അനുഭവം എന്ന് പറയട്ടെ. എന്റെ ഒരു ബാറിനെതിരെ ഒരു പ്രദേശത്ത് ഒരു സമരം നടക്കുകയുണ്ടായി. ആ സമരത്തിന്റെ ഉദ്ഘാടകൻ സമരത്തിന് പോകുന്നതിന് മുൻപ്, ഉദ്ഘാടന പ്രസംഗത്തിന് പോകുന്നതിന് മുൻപ് എന്റെ ബാറിൽ വന്നിരുന്ന് 2 പെഗ് അടിച്ചിട്ടാണ് ആ ഉദ്ഘാടന സ്ഥലത്തേക്ക് പോയത്. അദ്ദേഹത്തോട് ചോദിച്ചു, നമ്മളിതെന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ഒരു ഊർജ്ജം ലഭിക്കേണ്ട അവിടെ പോയി 2 സംസാരിക്കാനെന്നാ പറഞ്ഞ്. ഇനി മറ്റൊന്ന് പറഞ്ഞാൽ, മദ്യനിരോധന സമിതിയുടെ പ്രമുഖ നേതാക്കള് മദ്യം വന്ന് സംഭാവനയായിട്ട് സ്വീകരിക്കുകയും ഈ പണം ഉപയോഗിച്ച് മദ്യപിക്കുന്നതിനെതിരായിട്ട് മദ്യനിരോധന സമിതിയുടെ നേതാക്കൾ പങ്കെടുത്ത ചർച്ചകളിൽ, ടെലിവിഷൻ ചർച്ചകളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആളുകൾ എന്റെ മദ്യശാലയിൽ വന്നിട്ട് പണം വാങ്ങിയിട്ടില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ കേരളത്തിൽ എല്ലാ കാര്യത്തിലും കപട സദാചാരം നിലനിൽക്കുകയാണ്. അതിന്റെ ഭാഗമായി അതിന് കൊടുക്കുന്ന ഈ പ്രചാരണം, താങ്കൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, നമ്മളൊരു സർവേ നടത്തിയിട്ടില്ല. ഉദാഹരണത്തിന് എന്താ സർവേ പറ്റാതിരിക്കുന്നത്? ശരത് ഓർക്കണം ഒരു കാര്യം, മദ്യപിച്ചാൽ ഊതിയാൽ കണക്ക് കിട്ടും. മദ്യപിച്ചോ എന്നറിയാൻ ഊതിയാൽ മതി. ശരീരത്തിൽ ഇഞ്ചക്ഷൻ വഴി കുത്തിവെക്കുന്ന ഒരു ലഹരി പദാർത്ഥം ശരീരത്തിൽ ഉണ്ടോ എന്നറിയണമെങ്കിൽ മെഡിക്കൽ ടെസ്റ്റ് നടത്തണം. അപ്പോ അത്തരം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനെ കുറിച്ച് കൃത്യമായ സർവേ നടത്തിയില്ല എന്നുള്ള കാരണത്താൽ മാരകമായ അതിഗുരുതരമായ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപഭോഗം കേരളത്തിൽ വർദ്ധിക്കുന്നില്ല എന്ന് നിങ്ങൾ കാണരുത്. അത്തരത്തിലുള്ള കൂടുതൽ വലിയ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന കാര്യമായിട്ട് ഈ മദ്യത്തിന് ഉണ്ടാകാവുന്ന വലിയ നിയന്ത്രണം, ഈ വലിയ നിയന്ത്രണം, നിരോധത്തോളം എത്തുന്ന ഈ നിയന്ത്രണം അത്തരം ദോഷങ്ങൾക്ക് കൂടെ കാരണമാകും എന്നത് കാണേണ്ടതുണ്ട്. ഈ പറയുന്ന 500 മീറ്റർ ദൂരപരിധിക്ക് അനുവദിക്കുക എന്ന് വെച്ചാൽ അത് മതിയായൊരു നിരോധനമാണ്, മതിയായൊരു നിയന്ത്രണ സംവിധാനമാണ്.
കേന്ദ്രത്തിന്റെയും സുപ്രീം കോടതിയുടെയും അടക്കമുള്ള നിലപാടുകൾ അക്കാര്യത്തിലുണ്ട്. വലിയ വാഹനാപകടങ്ങൾക്ക് കാരണമാകാതിരിക്കാൻ അത് ഗുണം ചെയ്യും. അതുകൊണ്ട് ഈ ഹോട്ടലുകൾ, ഈ ബാർ, മദ്യശാലകൾ 500 മീറ്റർ പരിധിക്ക് അപ്പുറത്തേക്ക് മാറ്റുന്നതിനെ സ്വാഗതം ചെയ്യുകയും അതിനെതിരെ സമരം ചെയ്യാതിരിക്കുകയുമാണ് യഥാർത്ഥത്തിൽ കൂടുതൽ വലിയ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ നാട്ടിൽ എന്ന ആഗ്രഹമുള്ള ആളുകൾ ചെയ്യേണ്ടത്. എന്തായാലും ജനങ്ങൾ കുടിക്കും. കുടിയല്ലെങ്കിൽ മദ്യപാനമല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള മയക്കുമരുന്ന് പോലുള്ള ലഹരി സംവിധാനങ്ങളിലേക്ക് ആളുകൾ തിരിയും. ഇപ്പോൾ തന്നെയും ഉള്ള തുറന്നിരിക്കുന്ന മദ്യശാലകൾക്ക് മുന്നിൽ വലിയ ബഹളമാണ് എന്നാണല്ലോ നേരത്തെ അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അത്തരത്തിലുള്ള നിയന്ത്രണ സംവിധാനങ്ങൾക്ക് വഴങ്ങി ഒരു സ്ഥലത്തും മദ്യശാലകൾ തുറക്കാൻ പാടില്ല എന്ന നിലപാടുകളിൽ നിന്ന് താങ്കളുടെ സംഘടന അടക്കമുള്ള ആളുകൾ പിന്നോട്ട് പോവുകയല്ലേ വേണ്ടത്? ഞാൻ അതിനെ രണ്ടായിട്ടാണ് കാണുന്നത്. നമ്മളിപ്പോ ഈ മയക്കുമരുന്ന് കൂടിയത് കൊണ്ട് മദ്യം യഥേഷ്ടമാക്കിയാൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. നമ്മൾ രണ്ടും വിഷമാണ്. അതിന്റെ ഒരു വിഷം കൊടുക്കുന്നതിന് പകരം മറ്റൊരു വിഷം കൊടുത്താൽ ബാലൻസ്ഡ് ആകും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അത് ശുദ്ധമായ അബദ്ധമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒന്ന്, മദ്യം ഈ രാജ്യത്ത് ഭാഗിക നിരോധനമുള്ള വസ്തുവാണ്. പക്ഷെ മയക്കുമരുന്ന് പൂർണ്ണമായിട്ടും നിരോധിക്കപ്പെട്ട വസ്തുവാണ്. മയക്കുമരുന്നിന്റെ ഉപഭോഗം കേരള സംസ്ഥാനത്ത് കൂടുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാനുള്ള ബാധ്യത കേരളം ഭരിക്കുന്ന സർക്കാരിനാണ്. ആ ബാധ്യത സർക്കാർ ഏറ്റെടുക്കണം. ഇപ്പോഴും അക്രമവും അരാജകത്വവും ഉണ്ടാവുമ്പോൾ അതിനെ ഫലപ്രദമായി നേരിടാത്തപ്പോൾ സർക്കാരിന്റെ കഴിവുകേടാണെന്ന് പറയുന്ന പോലെ തന്നെ മയക്കുമരുന്നിന്റെ ലഭ്യത വർദ്ധിക്കുന്നുവെങ്കിൽ അത് നേരിടാൻ കഴിയാത്തത് ഈ രാജ്യത്തെ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റിന്റെ കഴിവുകേടായി കാണേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ബീഹാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സമ്പൂർണ്ണ മദ്യനയമുണ്ടല്ലോ. അത് ഈ രാജ്യത്തെ വിജയമല്ലെന്ന് ആര് പറഞ്ഞു? മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒറ്റയടിക്ക് മദ്യനിരോധനം വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ഞങ്ങൾ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന ഒരു ത്രിമാന പദ്ധതി തന്നെ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ പ്രധാനമായി പറയുന്നത് ഡിമാൻഡ് റിഡക്ഷനാണ്. ആവശ്യപ്പെടുന്നവരുടെ എണ്ണം കുറയ്ക്കണം. അതിന് ബോധവൽക്കരണം സഹായിക്കും. പുതിയ തലമുറയ്ക്ക് ബോധവൽക്കരിച്ചുകൊണ്ട് മദ്യം വേണ്ടാത്തൊരവസ്ഥ ഈ രാജ്യത്തുണ്ടാക്കണം. അപ്പൊ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. രണ്ടാമത്തെ കാര്യം റിസ്ക് റിഡക്ഷനാണ്. 17 ലക്ഷത്തോളം പേര് പ്രതിദിനം കേരളത്തിൽ കുടിക്കുന്നുണ്ട്. ആ കുടിക്കുന്ന ആളുകള് രോഗികളാണ്. അവർക്ക് മദ്യം കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഒറ്റയടിക്ക് നിരോധിക്കുമ്പോൾ പല ക്രൈസിസും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യണം? ഈ രാജ്യത്തെ മുഴുവൻ പ്രൈമറി ഹെൽത്ത് സെന്ററുകളും ഡി അഡിക്ഷൻ സെന്ററുകളാക്കി മാറ്റി മദ്യവിമുക്ത ചികിത്സ നൽകി അവരെ നമ്മൾ പുനരെടുക്കണം. മൂന്നാമത്തതാണ് സപ്ലൈ റിഡക്ഷൻ. ആ ഒരുക്കം നടത്തുന്നത് ഒരുക്കം നടത്തിയില്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ട് രാജ്യത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോ ഈ ഡിമാൻഡ് റിഡക്ഷൻ എന്ന് പറയുന്നതിലൂടെ ഈ രാജ്യത്ത് മദ്യം ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കുറച്ചുകൊണ്ടുവരുമ്പോൾ ഇത്രയും മദ്യം വേണ്ടിവരില്ല. രണ്ടാമത്, പ്രതിദിനം 15 ലക്ഷം പേർക്ക് മദ്യം ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ചികിത്സിച്ചു മാറ്റുമ്പോൾ അതാണ് ഞാൻ തിരിച്ചു പറഞ്ഞത് ചാർലി. ഇപ്പോൾ താങ്കളിലേക്ക് ശ്രീ ആനന്ദവട്ടമാനന്ദൻ, ഈ മദ്യ നിയന്ത്രണം വേണം എന്ന് മദ്യത്തിനെതിരായി സംസാരിക്കുന്ന ആളുകൾക്ക് പോലും നല്ല ആലോചനകളുണ്ട്. അതായത് പൂർണ്ണമായിട്ട് ഒരു ദിവസം ഫുൾ സ്റ്റോപ്പ് അടിച്ചാൽ ഈ കാര്യം നിന്നു പോവുകയില്ല എന്നവർക്കറിയാം. നിയന്ത്രണമാണ്, റെഗുലേഷനാണ് വേണ്ടത് എന്ന നിലപാട് അവർക്കുണ്ട്. അപ്പോൾ തന്നെയും സ്വാഭാവികമായിട്ടും ഇതുപോലെ ഇപ്പോൾ കേരളത്തിലുള്ളതുപോലുള്ളൊരു സാഹചര്യം വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതായത് വ്യാജമദ്യ ദുരന്തമുണ്ടായേക്കാൻ പോലും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുകൾ പോലും സർക്കാർ സംവിധാനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വളരെ പെട്ടെന്നുള്ള ഇടപെടലുകൾ വേണം. അത് ഒരു സമ്പത്തിന്റെ നഷ്ടം, വരുമാനത്തിന്റെ നഷ്ടം ഉണ്ടാകുന്നത് കൊണ്ട് മാത്രമല്ല, മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളിലേക്കും പോയേക്കാം. ആളുകൾ ബാർ, ഹോട്ടലുകൾ, മദ്യശാലകൾ ഉള്ളിലേക്ക് മാറ്റി സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിനെതിരായിട്ടുള്ള ജനകീയ പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലായിട്ടുണ്ട് എന്ന് ഇപ്പോൾ തന്നെ വാർത്ത വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അവയെ എങ്ങനെയാണ് തടയാനാവുക? ഇതിന് കുറുക്കു വഴികളിലേക്കൊന്നും പോവുകയില്ല എന്ന് മന്ത്രി സുധാകരൻ പറയുകയുണ്ടായിട്ടുണ്ട്. സംസ്ഥാന പാതകളെ തരം താഴ്ത്തുക എന്നതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ മറ്റ് പല സംസ്ഥാനങ്ങളും അതൊരു കുറുക്കുവഴിയാണെങ്കിൽ തന്നെയും ആ വഴി തേടുന്നു ഇതിനെ അതിജീവിക്കാൻ എന്ന വാർത്തകളുണ്ട്. അതായത് സംസ്ഥാന പാതകളെ അതല്ലാതാക്കി തരം താഴ്ത്തുക. അങ്ങനെയെങ്കിൽ ആ പാതകൾക്കരികിൽ ഇപ്പോഴുള്ള ഹോട്ടലുകളും മദ്യശാലകളും അങ്ങനെ തന്നെ നിലനിർത്താനാവും. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്കാകുമോ? അല്ല, എന്തൊക്കെ വേണമെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം LDF-ഉം ഗവൺമെന്റും ആലോചിക്കും. എന്തായാലും ഇവിടെ ഇതിനെ അനുകൂലിക്കുന്ന സുഹൃത്ത് പറയുകയുണ്ടായി, ഇവിടെ ഈ മദ്യപാനം മൂലമാണ് കാർ അപകടമുണ്ടാക്കുന്നത്, ആളുകൾ മരിക്കുന്നതിനെല്ലാം കണക്ക് പറയുകയുണ്ടായി. ഞാൻ ചോട്ടെ, മദ്യം ഉപയോഗിച്ച് കാർ ഓടിക്കുന്നതിന് ലൈസൻസ് റദ്ദാക്കിയ പോരെ? മദ്യം ഉപയോഗിച്ച് കാർ ഓടിക്കുന്നതിന് ലൈസൻസ് ഇല്ല. അങ്ങനെയാണ് അവനും ഈ മദ്യം ഉപയോഗിച്ചിട്ട് കാർ ഓടിക്കുമോ? അത് ചെയ്താൽ പോരെ? അതിന് മദ്യത്തിന്റെ ഉപയോഗം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ
ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് മദ്യം ഉപയോഗിക്കുന്നതിനേക്കാളേറെ ചരസ്, കഞ്ചാവ്, മറ്റ് ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചതിന്റെ ഫലമായി കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് ഈ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് ഒരു കുടുംബത്തിന്റെ കഥ ഇപ്പോ ഇതുകളിൽ വന്നിട്ടുണ്ട്, മീഡിയകളിൽ വന്നിട്ടുണ്ട്. എന്താണ് സ്ഥിതി? 14 വയസ്സുള്ള പക്ഷെ അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെയും ശ്രീ ആനന്ദവട്ടം അത്തരം വാർത്തകൾ ഞങ്ങൾ അങ്ങനെ പരസ്യമായി പ്രക്ഷേപണം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഘട്ടം എത്തിയപ്പോൾ ഇടപെട്ടത്. എന്നോട് ക്ഷമിക്കണം. അപ്പോൾ തന്നെയും പക്ഷേ ബോധവൽക്കരണം പോലുള്ള സംഗതികളാണ് കൂടുതലും വേണ്ടത്. മദ്യനിരോധമല്ല, ബോധവൽക്കരണമാണ് എന്നാണല്ലോ താങ്കളടക്കമുള്ള CPM-ന്റെ ഇടത് സർക്കാരിന്റെ ആകെ തന്നെയും നയം. ഈ ബോധവൽക്കരണത്തിന്റെയും നിയന്ത്രണത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്ന് എന്താണ്? ഈ പറയുന്ന കാര്യം കൊണ്ട്, ഇപ്പോഴത്തെ നിലപാടുകൾ കൊണ്ട് അത് നേടിയെടുക്കാനാകുന്നതാണ്. അതായത് പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ഈ മദ്യശാലകളെ ഉള്ളിലേക്ക് മാറ്റുക എന്നത്. കുറേ എണ്ണം പൂട്ടിപ്പോകും അങ്ങനെയാണെങ്കിൽ. അങ്ങനെ ഒരു നിയന്ത്രണ സംവിധാനം, റെഗുലേഷൻ ഉണ്ടാവുകയും ചെയ്യും. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടല്ലേ സർക്കാർ എടുക്കേണ്ടത്? അങ്ങനെ തന്നെ എടുക്കുമോ? അല്ല, ബോധവൽക്കരണം വേണം, അത് നിരന്തരമായി നടത്തണം. അതോടൊപ്പം തന്നെ ഇത് കർശനമായി ഇത് കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ ഇല്ലിസിറ്റ് ലിക്കറിന്റെ കടന്നുവരവായിരിക്കും. ഇതേപോലെ മറ്റ് കഞ്ചാവും കറുപ്പും ഇതൊക്കെ കടന്നു വരുന്നതായിരിക്കും. കൂടുതൽ വിപത്തിലേക്കാണ് പോണത്. മദ്യം ഉപയോഗിക്കണം, എല്ലാവരും സാർവത്രികമായി ഉപയോഗിക്കണമെന്ന് ആരും പറയുന്നില്ല. പക്ഷേ പെട്ടെന്ന് നിർത്തുന്നതിന്റെ പ്രത്യാഘാതം ഉണ്ടാവും. ഞാനിപ്പോ തൃശ്ശൂരാണുള്ളത്. തൃശ്ശൂരിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ 1 കിലോമീറ്റർ നീളത്തിലാണ് ആളുകൾ നിൽക്കുന്ന. വെയിലും കൊണ്ടുകൊണ്ട് 6-7 മണിക്കൂർ നിന്നാലാണ് അവർക്ക് സാധനം കിട്ടുന്നത്. ഔട്ട്ലെറ്റുകളുടെ എണ്ണം കൂട്ടണം. പ്രാദേശികമായി ഉൾപ്രദേശത്ത് കൊണ്ട് വെക്കണമെന്ന് പറഞ്ഞല്ലോ. ഉൾപ്രദേശത്ത് ചെല്ലുമ്പോൾ തന്നെ ഇവര് തന്നെ വരും. അവിടെ വെക്കാൻ പറ്റില്ല, സമരം ചെയ്യും. ഇവിടെ 20,000 പേര് താഴെ താമസിക്കുന്ന പഞ്ചായത്തുകളില്ല. ജനസംഖ്യ ഉള്ളിടമാണ്. ജനസംഖ്യ ഉള്ളിടത്ത് അടിച്ചേൽപ്പിക്കണമെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ കണ്ടെത്താൻ ഔട്ട്ലെറ്റിന്റെ ആളിനെ ശ്രദ്ധിക്കണം. ഗവൺമെന്റ് ഒക്കെ താല്പര്യമെടുക്കും. പക്ഷേ ഇവിടെയും പറ്റില്ല, അവിടെയും പറ്റില്ല എന്നൊരു നിലപാടെടുത്താൽ ഇത് എവിടെയും സ്ഥാപിക്കാൻ കഴിയുന്നതല്ല. ഇത് നിങ്ങൾ ഒരാംഗിളെ പറയുന്നുള്ളൂ. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ആദ്യം പറഞ്ഞ 1,00,000 തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഒരാളും മിണ്ടുന്നില്ല. അവൻ പണിയെടുക്കുന്നവനായതുകൊണ്ട്, പട്ടിണിക്കാരനായതുകൊണ്ട്. ബാക്കി പ്രമാണിമാരുടെ കാര്യം പറയാനേ ഇവിടെ ആളുള്ളൂ. അവരുടെ താല്പര്യം സംരക്ഷിക്കേണ്ടതുള്ളൂ. ഈ പാവങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ, പണിയെടുക്കുന്നവരുടെ താല്പര്യം സംരക്ഷിക്കാൻ കോടതിയുമില്ല, ചർച്ചയിൽ പങ്കെടുക്കുന്നവരുമില്ല. അത് തൊഴിലുടമയായാലും കൊള്ളാം, മധ്യവർഗ സമിതിക്കാരായാലും കൊള്ളാം. അവൻ എങ്ങനെ ജീവിക്കണമെന്നാണ് പറയുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ ആനന്ദവട്ടം ആനന്ദൻ. ഇടവേളയ്ക്ക് ശേഷം, ചെറിയ ഇടവേളയാണ്, അതിനുശേഷം തിരിച്ചു വരാം.